ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ഏതെല്ലാം ഭാരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ആ വിഷയത്തിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എക്സൽ മീഡിയ ഇന്നത്തെ ചിന്ത എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിക്കപ്പെട്ട പുസ്തകം എബ്രായ ലേഖനം 5-ാം അധ്യായമാണ്. കർത്താവായ യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠനെന്ന് വെളിപ്പെടുത്തുന്നു. മഹാപുരോഹിതന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഇങ്ങനെ കാണുന്നു: മനുഷ്യരിൽ നിന്നുള്ളവനായിരിക്കണം, ദൈവത്താൽ നിയമിക്കപ്പെട്ടവനായിരിക്കണം, പാപികളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരിക്കണം, പാപികൾക്കായി വഴിപാട് യാഗവും അർപ്പിക്കുന്നവനായിരിക്കണം. ഈ പ്രത്യേകതകളൊക്കെ അഹരോനിൽ നമുക്ക് കാണാം. ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് കർത്താവായ യേശുക്രിസ്തു. പാപികളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരുന്നു കർത്താവായ യേശുക്രിസ്തു. പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമർപ്പിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ഈ ഭാഗത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിച്ച ചില പ്രത്യേകതകൾ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും. പ്രാർത്ഥനയിലെ പ്രത്യേകത കാണുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയത്തെ സാധിപ്പിച്ചു തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോട് വേണം നാം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന പലപ്പോഴും ജൽപ്പനമായി തീരാറുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിപ്പിക്കാൻ കഴിയുന്ന ദൈവം എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ വേണം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ദൈവഹിതം നിവർത്തീകരിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ ഹിതം എന്നിൽ നിവർത്തിച്ച് കാണണം. വെറുതെ ഒരു പ്രാർത്ഥന കൊണ്ടൊരു ഫലമില്ല. ദൈവഹിതം എന്നിൽ എന്താണ് നിറവേറേണ്ടതെന്ന് ആ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പിന്നെ അവിടെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ വേണം പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുക. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാം, വെറുതെ ഒരു പ്രാർത്ഥന അല്ല. ആ വിഷയം, ഞാനും ആ വിഷയവും തമ്മിൽ നല്ല അഭേദ്യ ബന്ധമുണ്ട്. അത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുമുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതം ഞാൻ പറയാം, ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ഏതെല്ലാം ഭാരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ആ വിഷയത്തിന്റെ ബന്ധം നിലനിർത്തി എന്റെ വിഷയത്തിന് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു. ലോകം പറയും ഒരു സാധ്യതയും നിന്നിലില്ല, ഒരു കാര്യം നിന്നിൽ നിവർത്തിച്ച് കാണാൻ സാധ്യമല്ല. എന്നാൽ പ്രാർത്ഥിക്കണം. ദൈവഹിതം എന്നിൽ എന്താണ്, എന്നെക്കുറിച്ച് എന്താണ് പ്ലാൻ, ഈ നാളുകളിൽ അത് നിറവേറണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ എല്ലാ സാധ്യതകളും മാറി നിൽക്കുമ്പോൾ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കും. ഈ പ്രഭാതം ഏതെങ്കിലും വിഷയങ്ങളിൽ
ഭാരത്തോടെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടെ ധൈര്യത്തോടെ കർത്താവിൽ സമർപ്പിക്കുക. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.